പൊതുയോഗം ശക്തി പ്രകടനമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അൻവറിനെ പിന്തുണയ്ക്കുന്നവർ. വിവരങ്ങൾ നൽകാനായി അരുൺ അമൃതനാഥ് നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. അരുൺ, നേരത്തെ ഷഹീദും അരുണും അവിടുന്ന് വിവരങ്ങളൊക്കെ നൽകുന്നുണ്ടായിരുന്നു. അവിടെ പല പാർട്ടികളൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ അവിടെ എത്തുന്നുണ്ട്. അൻവർ പറഞ്ഞതിന്റെ പൊരുളറിയാനും ഒക്കെ ആയിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. അൻവർ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു എന്നാണ് അന്നേരം മനസ്സിലാക്കിയത്. എത്തിയിട്ടുണ്ടോ? അവിടെ എപ്പോൾ തുടങ്ങും? പക്ഷേ അല്പസമയത്തിനകം പി വി അൻവർ ഈ വേദിയിലേക്ക് എത്തിച്ചേരും. പി വി അൻവറിനെ സംബന്ധിച്ച് ഇതൊരു ശക്തി പ്രകടനമാണ്. കാരണം CPM പൂർണ്ണമായും അൻവറിനെ കടന്നാക്രമിച്ചു. അതിലൊരു പ്രത്യാക്രമണം എന്നോണം, അതിൽ ഒരു പ്രതിരോധമാണ് അൻവർ നേരത്തെ പറഞ്ഞത്. ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും, ഒരു മൈക്ക് സെറ്റുമായി ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും, 16 മണ്ഡലങ്ങളിൽ പ്രസംഗിക്കും എന്ന് പറഞ്ഞിരുന്നു. നിലമ്പൂരിൽ നിന്ന് തന്നെയാണ് തുടക്കം. ഒരു 200 ആളുകളെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ അൻവർ, പക്ഷേ ഈ 5:30 തന്നെ, ഒരു മണിക്കൂർ മുൻപേ തന്നെ ആയിരങ്ങൾ ഈ പൊതുവേദി നിറയുന്ന സാഹചര്യമാണ്. ഇപ്പോഴും നമുക്ക് ചുറ്റും ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്ന സാഹചര്യം. ഈ അണികളുടെ തന്നെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. എന്താണ്, ഈ ഒരു ജനപിന്തുണ തന്നെയാണോ കാണിക്കാറുണ്ട് എന്ന് അൻവർ പറഞ്ഞിട്ടുള്ളത്? അൻവർ പറഞ്ഞ ഇതിലാറ് ആള് ഇനിയും വരാനുണ്ട്. കുറെ ബ്ലോക്കായി കിടക്കുന്ന ആളുകളൊക്കെ, നല്ല ജനങ്ങളുണ്ടോ, ഒരു 10,000 ആളുകളുണ്ടോ. പക്ഷേ പാർട്ടി പൂർണ്ണമായും അൻവറിനെ തള്ളിയ ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ഒരു പിന്തുണ കൊണ്ട് മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്തായിരിക്കും പി വി അൻവർ? പാർട്ടി അൻവറിനെ അല്ല തള്ളിയത്, പാർട്ടി പിണറായിനെ തള്ളിക്കൊണ്ട് നിൽക്കുകയാണ്. അത് പിണറായിക്ക് മനസ്സിലാകുന്നില്ല. ആ നിജസ്ഥിതി എന്താ മനസ്സിലാക്കാത്ത? നിങ്ങൾക്ക് കുറച്ച് ദൈവം ബുദ്ധി വന്നിട്ടില്ലേ? പിണറായിനാണ് തള്ളിക്കൊണ്ട് നിൽക്കണേ. അതിപ്പോ അല്പം സമയം കൊണ്ട് കാണാം. ഞാൻ അനുഭാവിയാണ്, ഞാൻ ഒറിജിനൽ അനുഭാവിയാ. ഈ പി വി അൻവർ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാളാണ് നിലമ്പൂരിൽ. പിന്നെ അയാൾക്കെതിരെ ജാതി നിലവിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ നിലവിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. ഈ പി വി അൻവറിന്റെ മാതിരി ആളെ നമ്മൾ ഈ 45 വർഷമായിട്ട് ഈ നാട്ടിൽ കണ്ടിട്ടില്ല ഞങ്ങള്. അപ്പോൾ പാർട്ടി ഒരു ആഹ്വാനം, ഇപ്പൊ ജില്ലാ കമ്മിറ്റിയുടെ ഉൾപ്പെടെ അൻവറിനെതിരെ തിരിയണമെന്ന് സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടി പോലും കേൾക്കുന്നില്ലെന്നാണോ ഈ പ്രാദേശിക തലത്തിലൊക്കെ? പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബമല്ലേ. അപ്പൊ ഒരു കുടുംബത്തിലെ നാദം പറയുമ്പോ കേൾക്കേണ്ട ചില കേൾക്കണം. പക്ഷെ പാർട്ടി കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ തീരും. ഇതിന്റെ എല്ലാ കാര്യങ്ങളും പിണറായി വിജയനാണ്. ഒരു കാര്യം നമ്മൾ ADGP അജിത് കുമാറിന് കൊടുത്താൽ അത് പിണറായി വിജയന്റെ കയ്യിലാത്തത്. പിണറായി വിജയൻ ഒരു വസ്തുവിനും പറ്റില്ല. ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിന്റെ ഒരു മേൽഘടകം കൂടിയാണ്. അപ്പൊ ഇത് പരാതി എവിടെയും കൊടുത്തിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ സമരം തന്നെ നടക്കുള്ളൂ. പക്ഷെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിലാകെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എനിക്ക് ചുറ്റും കൂടി ആളുകളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. അൻവർ രണ്ടും കൽപ്പിച്ച് തന്നെ ഒരു പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിന് അൻവറിന് ഒരു കരുത്ത് തെളിയിക്കാനുള്ള ഒരു ആദ്യ യോഗത്തിൽ തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇനിയും പൊതുയോഗങ്ങൾ തുടരുമെന്ന് അൻവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. കൂടിയിരിക്കുന്ന ആൾക്കൂട്ടം എന്നതിൽ സംശയിക്കേണ്ടതില്ല. നമ്മൾ അത്രയും ആളുകളെ അവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന്റെ വിജയമായി തന്നെ ചേർത്ത് വായിക്കാനാവുന്നതാണ്. സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയം കാണാത്ത തരത്തിലുള്ളൊരു പൊതുയോഗമാണ് അവിടെ നടക്കുന്നത്.